ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈററ്റ്സ് ലേണിംഗ് അക്കാഡമി. ഇറ്റ്സ് മീ അനന്തു. അപ്പോൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? അത് തന്നെയാണ് കാരണക്കാരൻ. കാരണം ഞാൻ ഈ താഴത്തെ ഈ നമ്പർ തന്നിരിക്കുന്നത്, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ +2 സേ എക്സാമിൻ്റെ മാത്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബുധനാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൽ ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാനാണ്, ഈ കാണുന്ന നമ്പറിൽ ഹായ് ഇടാനാണ് എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ കൂടുതൽ കുട്ടികളും പേഴ്സണലായിട്ട് എന്നോട് കുറേ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രശ്നമൊന്നുമല്ല, എന്നാലും ഈ തിരക്കിനിടയ്ക്ക് കുറേ പേർക്ക് എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല, കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റി. അപ്പോൾ മക്കളെ, ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, കുറേ പേര് ചോദിച്ച ഒരേപോലത്തെ ചോദ്യങ്ങളാണ്, റിപ്ലൈ കൊടുത്ത് കുറേ കുട്ടികൾ റിപ്ലൈ കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ അവരിങ്ങനെ സാറേ പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഇപ്പോൾ തന്നെ +2 സേ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് എടുക്കുന്ന തിരക്കിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റിപ്ലൈ തരാനായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഓർത്തു. അപ്പോൾ മക്കളെ, നിങ്ങൾ സേ എക്സാമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ റിപ്ലൈ ഞാൻ തരാം. അപ്പോൾ അത് എല്ലാ കുട്ടികൾക്കും കാണാൻ പറ്റുമല്ലോ. ഇനി ഒട്ടും ആരും അറിയാത്ത രീതിയിലുള്ള സംശയങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു, കുഴപ്പമില്ല. കാരണം സങ്കടങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞാലേ തീരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു ബുദ്ധിമുട്ടായിട്ട് പറയണമല്ല കേട്ടോ മക്കളെ. കുറേ പേർക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ടാണ് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ബുധനാഴ്ചയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ഉത്തരം പറയാം. എൻ്റേതായ രീതിയിലുള്ള കുറച്ച് ഉത്തരങ്ങളും നിങ്ങളോട് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അത് മാത്സുമായിട്ട് ബന്ധപ്പെട്ടല്ല, ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ജനറലായിട്ട് സേ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ജയിക്കാൻ വേണ്ട മാർക്ക്. സാറേ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2 വർഷവും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 36 കൂടുതലുണ്ട്. പിന്നെന്താണ്, എനിക്ക് ലാബിന് ഇത്ര മാർക്കുണ്ട്, ഞാൻ ജയിച്ചോ, ഞാൻ തോറ്റെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. മക്കളെ, ജയിക്കാൻ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണമെന്നറിയോ? ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജയിക്കാൻ എത്ര മാർക്കാണ് വേണ്ടതെന്നത് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഞാൻ പറയാം, ശ്രദ്ധിച്ചോണേ. അതിന് മുമ്പ് ഒരാളുടെ ഒരു മാർക്ക് ഷീറ്റ് കാണിച്ചു തരാം. ഇത് നോക്കിക്കോണേ. നിങ്ങളുടെ അറിയല്ല, കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പത്തെ വർഷത്തെ ഏതൊരു കുട്ടിയാണ്, ഏതോ ഒരു കുട്ടിയുടെ മാർക്കാണ് കേട്ടോ. ഇവൻ അല്ലെങ്കിൽ ഇവള് മാത്സിന് തോറ്റു, ഫിസിക്സിനും തോറ്റിട്ടുണ്ട്. എങ്ങനെ തോറ്റെന്ന് നോക്കിക്കോണേ. ഇനി ഈ ഡൗട്ടുമായിട്ട് ആരും വരരുത്, ആർക്കും ഈ ഡൗട്ട് വരരുത്. ഇത് ഓക്കെ ആയിക്കോണം കേട്ടോ. മാത്സിനും ഫിസിക്സിനുമാണ് തോറ്റിരിക്കുന്നത്. നോക്കിക്കോണേ, മാത്സിന് തോക്കാനുള്ള കാരണം മക്കളെ ഞാൻ ആദ്യം പറയുവാണ്. നിങ്ങൾക്ക് TECE എന്ന് പറയുന്നൊരു സാധനമുണ്ട്. +2 CE ഉണ്ട്, PE ഉണ്ട്, TE ഉണ്ട്. ഓക്കെ, ഇനി CE 20 മാർക്ക് ടോട്ടൽ, TE എന്ന് പറഞ്ഞാൽ 60. CE +2 20, പ്രാക്ടിക്കൽ 40, TE 60. ഇങ്ങനെയാണ് ടോട്ടൽ മാർക്ക്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് CE എത്ര വേണമെങ്കിൽ കിട്ടിക്കോട്ടെ, TE 18 മാർക്ക് നിർബന്ധമായിട്ടും വാങ്ങണം. എന്ന് പറഞ്ഞാൽ 18 + 18 36 മാർക്ക് വാങ്ങിയെങ്കിലേ ജയിക്കത്തുള്ളൂ. ഇപ്പോൾ ഇയാളുടെ കാര്യം നോക്കി. ഇവിടെ ഫസ്റ്റ് ഇയറിൽ എത്ര വാങ്ങിച്ചു? 27 വാങ്ങിച്ചു. ഫസ്റ്റ് ഇയറിൽ മാത്സിന് 27 മാർക്ക് വാങ്ങിച്ചു. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ എത്ര മാർക്ക് വാങ്ങിച്ചാൽ മതി? 9 മാർക്ക് വാങ്ങിച്ചാൽ മതി അല്ലേ? സെക്കൻഡ് ഇയറിൽ 27-ഉം 27-ൻ്റെ കൂടെ 9 കൂട്ടിക്കഴിഞ്ഞാൽ 36 മാർക്ക് വാങ്ങിയാൽ ജയിക്കാം. പക്ഷേ ഈ കുട്ടി വാങ്ങിച്ച മാർക്ക് എത്രയാണ് സെക്കൻഡ് ഇയറിൽ? TE ആണ് നോക്കേണ്ടത്. TE
എഴുതിയെടുത്ത മാർക്കാണ്. 8 മാർക്കേ മേടിച്ചുള്ളൂ. 1 മാർക്കിന് തോറ്റുപോയി. ടോട്ടൽ കണ്ടല്ലോ, 35 മാർക്കാണ്. 36 വരേണ്ട അടുത്ത് 35 മാർക്കേ കിട്ടിയുള്ളൂ. സോ ആ കുട്ടി തോറ്റുപോയി. ബാക്കി മാർക്ക് എന്തും ആയിക്കോട്ടെ, നമുക്ക് ഈ 2 മാർക്ക്, മക്കളെ ശ്രദ്ധിക്കണേ, ഞാൻ പറയാൻ ശ്രദ്ധിക്കണം. TE എന്ന് പറയുന്ന ഈ 2 മാർക്ക് തമ്മിൽ കൂട്ടുമ്പം നമുക്ക് 36 കിട്ടണം, എങ്കിലേ ജയിക്കത്തുള്ളൂ, D+ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഫിസിക്സും തോറ്റത്. ഫിസിക്സിന് കണ്ടല്ലോ, ഫസ്റ്റ് ഇയറിൽ 8ഉം സെക്കൻഡ് ഇയറിൽ 7ഉം, 8, 7, 15 മാർക്ക്, നല്ല രീതിയിൽ തോറ്റു. മാത്സ് തോറ്റുണ്ടല്ലോ, 1 മാർക്കിനാണ് തോറ്റുപോയത്. അപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് വരുന്നത്. ടോട്ടൽ 200 മാർക്ക്, എല്ലാവരും കൂട്ടി വയ്ക്കുക. 60, 20, 80, ഇത് 120. ടോട്ടൽ 200 മാർക്ക്. 200, 180 വാങ്ങിയാൽ A+ ആവും. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ നിങ്ങൾ തോക്കാനുള്ള കാരണം. ഞാൻ വേറെ ഒന്നിനെ പറ്റിയും പറഞ്ഞില്ല. ഇതും ഒന്നും നോക്കണില്ല. ഞാൻ പറഞ്ഞത് എഴുതിയെടുക്കേണ്ട മാർക്ക് 36 മാർക്ക് വേണം. ടോട്ടൽ മാർക്ക് ഗ്രേഡ് കൂട്ടാനാണ്. ടോട്ടൽ ഗ്രേഡ് കൂട്ടാനാണ് നമ്മൾ ഈ CE മാർക്കും പ്രാക്ടിക്കലും എല്ലാം കൂടെ നോക്കുമ്പോഴാണ് ടോട്ടൽ മാർക്ക് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, 180 കൂടുതൽ കിട്ടുവാണെങ്കിൽ A+ ആയി. അപ്പോൾ അങ്ങനെ ടോട്ടൽ എടുക്കുമ്പോൾ ടോട്ടൽ ഗ്രേഡ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ CE മാർക്കിൻ്റെയൊക്കെ ഗുണം. ജയിക്കാനായിട്ട് നിർബന്ധമായിട്ടും ഈ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇനി നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര മാർക്കുണ്ട്, സെക്കൻഡ് ഇയറിൽ എത്ര TE ഉണ്ട്, നിങ്ങളുടെ ഈ മാർക്ക് ഷീറ്റ് എടുത്ത് നോക്ക്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ജയിക്കാൻ വേണ്ട മാർക്കിൻ്റെ ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയി. ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് കൂടുതൽ പേര് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. എനിക്കൊരു സാധനം അറിയാൻ മേല സാറേ, ഒരു സാധനം എനിക്കറിയാൻ മേല മാത്സ്. ഇനി പഠിച്ചു തുടങ്ങിയാൽ ജയിക്കുമോ? ഇനി പഠിച്ചു തുടങ്ങി ജയിക്കുമോ? ഒന്നും അറിയാൻ മേല, ഫ്രഷ് ആയിട്ടായിരിക്കണം, എൻ്റെ മനസ്സിലൊന്നുമില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. +1 എങ്ങനെയൊക്കെയോ കുറച്ച് എന്തൊക്കെയോ എഴുതി, പക്ഷേ +2 ഒന്നും മനസ്സിലാകണില്ല. എത്ര പ്രാവശ്യം നോക്കിയിട്ടും മനസ്സിലാകുന്നില്ല ഒന്നും. മാത്സിൻ്റെ കാര്യമാണല്ലോ കുട്ടികൾ എന്നോട് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു ഡൗട്ട്, എനിക്കൊന്നും അറിയില്ല, ഇനി പഠിച്ചു തുടങ്ങിയാൽ ജയിക്കുമോ? ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് മക്കളെ. 10 ദിവസം പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും. 10 ദിവസം നന്നായിട്ട് പഠിച്ചാൽ A+ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ 1 വർഷം എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര സമയം നിങ്ങൾ മാത്സ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറില്ലേ? അതിനകത്ത് 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കോ. ബാക്കി 16 മണിക്കൂറില്ലേ? വേണ്ട, 16 മണിക്കൂർ നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണ്ട. ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 മണിക്കൂറില്ലേ? 10 മണിക്കൂറും വേണ്ട, അതിനകത്തൊരു 8 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ 5 ദിവസം കൊണ്ട് തീരും. പറയണ മനസ്സിലായി? 8 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കുവാണെങ്കിൽ 5 ദിവസം കൊണ്ട് ജയിക്കാനുള്ള സാധനം പഠിച്ചു തീർക്കാം. ഫിസിക്സും കെമിസ്ട്രി മാത്സും എല്ലാം എല്ലാത്തിൻ്റെയും കാര്യമാണ് പറയണം. അത്രയേ ഉള്ളൂ സബ്ജക്റ്റ്. പക്ഷേ ആ 8 മണിക്കൂർ മൊബൈൽ മാറ്റി വെച്ച് TV ഒക്കെ എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അല്ലെങ്കിൽ അപ്പം നമ്മുടെ മുമ്പിൽ എത്ര ദിവസമുണ്ട്? ഇപ്പോൾ 30 ദിവസത്തോളം ഇല്ലേ? എന്തോരം സമയമുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? ഇനി പഠിച്ചു തുടങ്ങിയാൽ ജയിക്കുമോ? ആ ചോദ്യം ചോദിക്കണ്ട. ഇനി പഠിച്ചു തുടങ്ങിയാൽ ജയിക്കുമോ എന്നല്ല, A+ അല്ല, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. എടാ, തോറ്റെന്ന് പറഞ്ഞ് ഒരു പ്രശ്നവും ഇല്ലടാ. തോറ്റെന്ന് പറഞ്ഞ് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കുക വേണ്ട തോറ്റുപോയല്ലോ എന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ കൂടെ ഇറങ്ങി നിങ്ങളുടെ കൂടെ ജയിച്ച കുട്ടികളില്ല, അവരെക്കാളും കൂടുതൽ വാങ്ങാൻ പറ്റും. നമ്മുടെ മുന്നിലുള്ള 30 ദിവസം വേണ്ട 20 ദിവസം നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്ന കോൺഫിഡൻസോടെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും A+ നേടാൻ പറ്റും. ഇങ്ങനെ വിചാരിക്കില്ല, ഇനി എൻ്റെ മുമ്പിൽ 1 മാസമേ ഉള്ളൂ, ജൂൺ 12-ാം തീയതിയാണ് എക്സാം, കുറച്ചുകൂടെ താമസിച്ചായിരുന്നെങ്കിൽ എന്തെങ്കിലും പഠിക്കായിരുന്നു. താമസിച്ച് കഴിഞ്ഞാൽ പാടാടെ, എല്ലാം താമസിച്ചു പോകും. നേരത്തെ വെച്ചാൽ എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ നേരത്തെ എക്സാം വന്നത്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ 30 ദിവസം ഉണ്ടല്ലോ എന്നുള്ള, വേണ്ട 20 ദിവസം ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, നമ്മുടെ മാത്സിൻ്റെ ക്ലാസ് ബുധനാഴ്ച തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വേണ്ട കുട്ടികൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടോ എങ്ങനെയാണെന്ന് പഠിക്കുക. എന്തായാലും നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോണം കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം എത്രയാണ്? ഇന്ന് 13, അടുത്ത മാസം 12-ാം തീയതിയാണ് എക്സാം.
ഓക്കെ, അപ്പോൾ ഒന്നും അറിയാൻ വയ്യെങ്കിലും പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ജയിക്കും എന്നല്ല, A+ വാങ്ങാൻ പറ്റും, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ ആണല്ലോ? കോൺഫിഡൻസ് ആണ് വേണ്ട മക്കളെ. ബാക്കിയുള്ളവർ പറയണ കേട്ട് പാടാണ് മറ്റാണെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഫ്രഷ് ആയിട്ട് തുടങ്ങുവാണെങ്കിൽ കോൺഫിഡൻസോടെ തുടങ്ങുക. എനിക്ക് പറ്റും, 30 ദിവസം എൻ്റെ മുന്നിലുണ്ട്, ഓരോ ദിവസവും ഞാൻ നന്നായിട്ട് പ്രയോജനപ്പെടുത്തും എന്ന ഒരു കോൺഫിഡൻസോടെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് മാത്രം പഠിച്ചാൽ എനിക്ക് ജയിക്കാൻ പറ്റുമോ? കാരണം ഇനിയിപ്പോൾ ചിലവർ ഓഫ്ലൈൻ ട്യൂഷന് പോകാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ഡൗട്ട് ചോദിച്ച് പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ ജയിച്ച കൂട്ടുകാരൊക്കെ ചോദിച്ച് പഠിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇനി അതും അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്. കൂടുതൽ കുട്ടികൾ, ഒരു 80% കുട്ടികളും യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടായിരിക്കും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് പഠിച്ചാൽ ജയിക്കാൻ പറ്റുമോ? ജയിക്കാനല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. പഠിക്കുന്നതൊക്കെ നമ്മുടെ കയ്യിലാടാ. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എത്രത്തോളം പഠിക്കണം എന്നുള്ളതെല്ലാം നമ്മളാണ് വിചാരിക്കേണ്ടത്. മനസ്സിലായോ? അത് യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് പഠിച്ചാൽ ജയിക്കാൻ പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പകുതിയിലേറെ യൂട്യൂബ് ക്ലാസ്സുകളും, അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സുകൾ ഉൾപ്പെടെ, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടിക്ക് ജയിക്കുന്ന രീതിയിലല്ല, എന്നാലും തുടക്കം തൊട്ട് പറയുന്ന ക്ലാസ്സുകൾ കുറേ ഉണ്ട് അതിൻ്റെ അകത്ത്. എന്നാലും എക്സാമിൻ്റെ ആ ടൈമിലാണ് ഈ ക്ലാസ്സുകൾ കൂടുതലും യൂട്യൂബിൽ വരുന്നത്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം പഠിച്ചതിന് ശേഷം കാണുന്നൊരു ക്ലാസ്സാണല്ലോ, എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് കാണുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും അതെങ്ങനെ വന്നു എന്നൊരു ഡൗട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല മുന്നോട്ട്. അപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകൾ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പാടാകും. അപ്പോൾ ബേസ് തൊട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ക്ലാസ്സുകളിൽ ചേരുക ഈ സേ എക്സാമിന്. കാരണം നിങ്ങളെ പ്രധാനപ്പെട്ട മാത്രം പഠിപ്പിക്കത്തുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് കാണുവാണെങ്കിൽ ഒന്നുകിൽ സേ എക്സാമിൻ്റെ ക്ലാസ്സുകൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കുക, മറ്റേ ക്ലാസ്സുകൾ കാണുവാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും പഠിപ്പിക്കും. അപ്പോൾ ജയിക്കാൻ വേണ്ട കുട്ടികൾ പഠിക്കേണ്ടത് അങ്ങനെയുള്ള ക്ലാസ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുക. ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾ പഠിക്കേണ്ടത് നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചു തീർക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് യൂട്യൂബ് സെർച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ ജയിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഇപ്പോൾ മാത്സിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ 5 ചാപ്റ്റർ പഠിക്കേണ്ട ജയിക്കാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. 8 ചാപ്റ്റർ പഠിച്ചാൽ 40 മാർക്ക് വാങ്ങാം. അതിൻ്റെ ടെക്നിക്ക് മാത്സ് പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. അതേപോലെ ഫിസിക്സ് പഠിപ്പിക്കുന്നവർക്കും കെമിസ്ട്രി പഠിപ്പിക്കുന്നവർക്കും ആ ടെക്നിക്ക് അറിയാം. അപ്പോൾ അവരുടെ ക്ലാസ്സുകൾ കാണുക, അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക, ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഇഷ്ടം? ഞാൻ നിർബന്ധിക്കുന്നില്ല ആരെയും എൻ്റെ ക്ലാസ്സുകളിൽ ചേർന്നാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ക്ലാസ്സുകൾ ഞാൻ ഇടാൻ ശ്രമിക്കാം യൂട്യൂബിൽ. അല്ലാത്ത കുട്ടികൾ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബേസ് തൊട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞ് സ്റ്റെപ്പായിട്ട് പോവാം. ഓക്കെ, അതുകൊണ്ടാണ് ക്ലാസ്സിൽ ചേരാൻ ക്ലാസ്സായിട്ട് പ്രത്യേകം ഞാൻ രൂപം കൊടുത്തത്. അപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് പഠിച്ചാൽ ജയിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഉത്തരം. എങ്ങനെ പഠിച്ചു തുടങ്ങണം? അടുത്ത ചോദ്യം, എങ്ങനെ പഠിച്ചു തുടങ്ങണം? ചിലവരുടെ കയ്യിൽ ഒരു സാധനം ഇല്ലായിരിക്കും പഠിക്കാൻ. അതാണ് ചോദിക്കുന്നത്, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? എൻ്റെ നോട്ടില്ല, ടെക്സ്റ്റ് ഇല്ല, ഒന്നുമില്ല, ഇതൊന്നും അറിയാൻ മേലാത്ത രീതിയിൽ ഞാൻ ആരുടെയെങ്കിലും അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നെ ചീത്ത പറയും. അപ്പോൾ ഞാനിത് എങ്ങനെ പഠിച്ചു തുടങ്ങും? അതിന് വേണ്ടി ഒരു കാര്യം പറയാം. നിങ്ങൾ എഴുതിയ നോട്ടുകളും മറ്റേതുമെല്ലാം മാറ്റി വെച്ചിട്ട് ഫ്രഷ് ആയിട്ടൊരു നോട്ട്ബുക്ക് എടുക്കുക, പുതിയൊരു നോട്ട്ബുക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം, സ്വന്തമായിട്ട് പഠിക്കാനാണെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകളോ ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ നോക്കുക. കാരണം തോറ്റ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തോക്കാനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും, പഠിക്കാത്തതുകൊണ്ടല്ലേ. അപ്പോൾ തന്നെ പഠിക്കുമ്പോഴത്തേക്കും കുറേ മിസ്റ്റേക്കുകൾ വരുത്തും. അതങ്ങനെ വന്നുകൊണ്ടല്ലേ എന്ന് സ്വയം നമ്മൾ ചിന്തിച്ചെടുക്കണേനേക്കാളും നല്ലത് ഏതെങ്കിലും ഒരു അധ്യാപകരുടെ കീഴിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകളിലെ അധ്യാപകരുടെ കണ്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. സ്വയം ഒരു നോട്ട് എടുത്തിട്ട്, ഒരു കൂട്ടുകാരുടെ നോട്ട് എടുത്തിട്ട് അത് നോക്കി കാണാപ്പണം പഠിത്തം നടക്കത്തില്ല. കാണാപ്പണം പഠിത്തം അത്രത്തോളം എഫക്റ്റീവ് ആകത്തില്ല. മനസ്സിലാക്കുക. അത് നല്ല കൂട്ടുകാരനാണെങ്കിൽ പറഞ്ഞു തരും, നല്ല ടീച്ചറാണെങ്കിൽ പറഞ്ഞു തരും, നല്ല എന്താ പറയുക, അല്പം ഇതൊക്കെ അറിയാവുന്ന അച്ഛനും അമ്മയാണെങ്കിൽ അവർ പറഞ്ഞു തരും. മനസ്സിലായി? ഇതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടാൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
പക്ഷേ ചെയ്യേണ്ട കാര്യം ഒരു നോട്ട്ബുക്ക് എടുക്കുക ഫ്രഷായിട്ട്. എന്നിട്ട് നമ്മൾ ആരാണോ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കീഴിൽ ഇരുന്ന് ക്ലാസ് കേട്ട് അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് പുതിയതായിട്ട് എഴുതുക. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. എന്നിട്ട് ആദ്യത്തെ സെഷൻ എന്താണോ പഠിപ്പിക്കുന്നത് അതങ്ങ് എഴുതുക. അത് പഠിക്കുക. ആ നോട്ട്ബുക്കിൽ എഴുതുന്ന കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം. അതായിരിക്കണം ഉദ്ദേശം. മറ്റേ നോട്ട്ബുക്കുകൾ കൂട്ടുകാരൻ നോട്ട്ബുക്ക് മേടിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവൻ എഴുതിയതാണ് അല്ലെങ്കിൽ അവൾ എഴുതിയതാണ്, കുറേ കാര്യങ്ങൾ കാണാം, അതിൻ്റെ സൈഡിൽ വല്ലതൊക്കെ എഴുതി വെച്ചാണോ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ നോട്ട്ബുക്ക് വാങ്ങുവാണെങ്കിൽ തന്നെ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പഠിച്ച് അതിനകത്തേക്ക് എഴുതുക. അപ്പം നമ്മുടെ ഈ പുതിയ നോട്ട്ബുക്കിനകത്ത് എഴുതുന്ന കാര്യം മൊത്തം ഞാൻ പഠിച്ചിരിക്കും എന്ന ഉറപ്പിൽ വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ ആണല്ലോ? പഠിച്ചു തുടങ്ങണമെങ്കിൽ ടെക്സ്റ്റ് നോക്കാം, യൂട്യൂബ് ക്ലാസ്സുകൾ നോക്കാം, എല്ലാം നിങ്ങൾ നോക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഒന്നേന്ന് തുടങ്ങുക. ഫിസിക്സും കെമിസ്ട്രിയും മാത്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് വായിച്ച് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എഴുതി പഠിക്കുക. 20 ദിവസം കൊണ്ട്, ആദ്യമായിട്ട് പറയുന്ന കാര്യമാണ്, 20 ദിവസം കൊണ്ട് തീർക്കാനേ ഉള്ളൂ. 20 ദിവസം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് തീർക്കാം. A+ വാങ്ങേണ്ട കുട്ടികൾക്ക് ഉൾപ്പെടെ ഞാൻ പറയണം. ബാക്കി 10 ദിവസം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 10 ദിവസം റിവൈസ് ചെയ്യുക. അപ്പോൾ 20 ദിവസമാണ് നമ്മുടെ ടാർഗറ്റ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് കൊണ്ട് തീർക്കുക. ബാക്കിയുള്ള 10 ദിവസമോ 7 ദിവസമോ റിവിഷന് വേണ്ടി തിരഞ്ഞെടുക്കുക. അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയവയിൽ നിന്ന് കുറച്ച് നാളൊന്ന് മാറി നിൽക്കുക. ചിലരിപ്പോഴേ വാട്സപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കാത്ത രീതിയിലൊക്കെ ഇപ്പം മറ്റേ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അത് പാലിക്കണം ഈ ഒരു മാസം. TV കാണാൻ കുറച്ച് കുറയ്ക്കുക. കുറേ പഠിച്ച് കഴിയുമ്പോൾ മടുക്കും, അതെനിക്കറിയാം. എന്നാലും ഞാൻ പറയില്ല, ഒരു 8 മണിക്കൂർ വേണ്ട, ഒരു 5 മണിക്കൂർ ഒരു ദിവസം പെർഫെക്റ്റായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. അടുത്ത ചോദ്യം, എത്ര ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും? ഇതിൻ്റെ ഉത്തരം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. 10 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരു 20 ദിവസം കൊണ്ട് പഠിച്ചു തീർത്താൽ മതി. 10 ദിവസം കൂടെ കൂടുതലെടുത്തോ. 20 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുക. ബാക്കി ഒരു 10 ദിവസം, നാളെ തുടങ്ങുമ്പോഴുള്ള കാര്യമാണ് പറയണേ, നമുക്കിനി 30 ദിവസം ഉണ്ട് ഏകദേശം. അപ്പോൾ ഒരു 20 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുക. ബാക്കിയുള്ള ദിവസം നമുക്ക് റിവിഷനാണ്, ബോണസ് ഡേ ആണ്, ബോണസായിട്ട് വരുന്ന ദിവസങ്ങളാണ്. ആ ദിവസം നമുക്ക് റിവിഷനായിട്ട് യൂസ് ചെയ്യാം. റിവിഷൻ മസ്റ്റാണ് മക്കളെ. റിവിഷൻ ചെയ്താലേ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെകഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് പറയേണ്ട കാര്യം, ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മറിച്ച് നോക്കുക. ഇതൊക്കെയല്ലേ ഇന്ന് പഠിച്ചത്, ഓഹോ മനസ്സിലുണ്ടോ, എല്ലാ ദിവസവും റിവൈൻഡ് ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പെർഫെക്റ്റായി. ഇപ്പം ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നത്, ഞാൻ പൊതുവെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് സേ എക്സാമിന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോഴുള്ള ഗുണം ഡയറക്റ്റ് നമുക്ക് പഠിപ്പിക്കാമല്ലോ. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് അവന് തറാകും, തലയിൽ അങ്ങ് കയറും. ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും അങ്ങ് എഴുതാൻ പറ്റും. അത് ഞാൻ ഡയറക്റ്റ്, നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ കേൾക്കണമെന്നില്ല. പക്ഷേ എൻ്റെ മുമ്പ് തന്നെ കുട്ടിയാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് പഠിപ്പിക്കും. മനസ്സിലായി? ചെയ്യിപ്പിച്ച് പഠിക്കും, തറവാകും. ആ രീതിയിൽ ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ എനിക്കറിയാം. അത് നിങ്ങൾ മക്കളെ വീട്ടിലിരുന്ന് സ്വയം തീരുമാനിച്ച് അങ്ങനെ പഠിക്കുക. ഓരോ ദിവസവും നന്നായിട്ട് എഴുതി പഠിച്ച് റിവൈസ് ചെയ്ത് അന്ന് പഠിച്ച കാര്യങ്ങൾ രാത്രി ഒന്നുകൂടെ റിവൈസ് ചെയ്തതിന് ശേഷം കിടക്കുക. 20 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുക. ഓക്കെ? ഇനി A+ നേടാൻ പറ്റുമോ? ഇതിൻ്റെ ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എന്താണ് ഉത്തരം? പറ്റും. ഞാൻ ചോദിച്ചാലും പറ്റും. മക്കളെ, നിങ്ങൾ കാരണം വിഷമിച്ചിറങ്ങണ ചില ആൾക്കാരുണ്ട്, അറിയാം, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ. കാരണം അച്ഛൻ്റെ അമ്മയുടെ കൂട്ടുകാരുടെ മക്കൾ പ്ലസ് ടുവിനും നല്ല മാർക്കോടുകൂടി ജയിക്കുമ്പം നിങ്ങൾ കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, എനിക്കറിയാം. കാരണം തോറ്റുപോയതുകൊണ്ട് ആരുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ പോകാനൊരു മടിയായിരിക്കും. അപ്പോൾ ആ മടി മാറ്റണമെങ്കിൽ പഠിച്ചു തുടങ്ങണം. നമ്മൾ കാരണം എന്താ പറയുക, അപമാനിക്കപ്പെടുന്ന രീതിയിലായ അച്ഛനും അമ്മയും അഭിമാനിക്കണമെങ്കിൽ നമ്മൾ A+ വാങ്ങണം എന്ന ചിന്ത, അവർക്ക് വേണ്ടിയെങ്കിലും പഠിക്കണം എന്ന ചിന്ത ഉണ്ടെങ്കിൽ A+ പുല്ല് പോലെ വാങ്ങാം. ഓക്കെ? അപ്പോൾ A+ ഇടാൻ പറ്റുമല്ലോ? പറ്റും. ഞാൻ A+ വാങ്ങും. ജയിക്കാൻ പറ്റുമല്ലോ? ജയിക്കും. ഉറപ്പായിട്ട് ഞാൻ ജയിക്കും. ഇപ്രാവശ്യം ഞാൻ ജയിച്ചിരിക്കും. ആ കോൺഫിഡൻസ്.
ഇനിയും തോറ്റുപോയാൽ എന്ത് ചെയ്യും? അത് കുറച്ച് 1-2 പേര് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ട ആ ചോദ്യം. കാരണം ഇനി തോറ്റുപോയി ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത വർഷം എഴുതുക. തോറ്റുപോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. എനിക്ക് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു കാണും. തോറ്റു പോകുമെന്ന ഭയത്താൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. SLCക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എടാ ഇതൊക്കെ കൊണ്ട് ഇതെന്തിനാ ഇങ്ങനെ മരിക്കണത്? നിങ്ങൾ ഇത്ര ഭയക്കണ എന്തിനാ? ഇതൊരു സർട്ടിഫിക്കറ്റാണ്. നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള കാര്യമാണ്. +2 ജയിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ +2 പഠിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പക്ഷേ നല്ലൊരു ജോലി വാങ്ങണം, എന്താ പറയുക, നമ്മുടെ ആ ലക്ഷ്യം നേടണം. അതിനൊക്കെ വിദ്യാഭ്യാസം ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ജയിച്ചേ പറ്റൂ. അപ്പോൾ ഇനി തോറ്റുപോയെന്ന് പറഞ്ഞ് ജീവിതം തോക്കത്തൊന്നുമില്ല. എത്രത്തോളം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് വെറുതെ ഇരിക്കുന്നത്, നിങ്ങൾ കണ്ടു കാണും നിങ്ങളുടെ അടുത്ത് തന്നെ. അതുകൊണ്ട് ഇനി തോറ്റുപോയി കഴിഞ്ഞ് ഇവിടം കൊണ്ട് ജീവിതം തീർന്നു, എല്ലാം തകർന്നു, ഞാനൊരു തോൽവിയാണ്, ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി നടക്കല്ലേ മക്കളെ. ഇതിവിടം കൊണ്ടൊന്നും തീർന്നിട്ടൊന്നുമില്ല. +2 SLC ഒന്നും അല്ല. ഇതിലൊന്നും ഒരു കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ അധികം പഠിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയണത് ആ ഒരു ഇതിൽ നിന്ന് പറയണം, അല്ലാതെ നിങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു അധ്യാപകനെ നിന്നുകൊണ്ട് പറയണമല്ല. കുറേ ഡിഗ്രികളും എല്ലാം എടുത്തൊരാളാണെന്ന നിലയിൽ പറയുവാണ്. +2 SLC ഒന്നുമല്ല. SLC ഒന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. SLC കൊണ്ട് ഒരു ആവശ്യം ഇനി വരത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അത്രേ ഉള്ളൂ SLC. ഇപ്പോൾ +2ൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജയിച്ചേ പറ്റും. അതുകൊണ്ട് തോറ്റുപോയി കഴിഞ്ഞാൽ ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല. അടുത്ത വർഷം എഴുതിയെടുക്കാടാ, അടുത്ത വർഷം ജയിച്ചാലും മതി. അപ്പോൾ ഈ ഒരു വർഷം എന്ത് ചെയ്യും? വേറെ വല്ല കോഴ്സിന് പോവുക, വേറെ വല്ല ചെറിയ കോഴ്സിന് പോവുക. അല്ലാതെ തോറ്റുപോയി കഴിഞ്ഞാൽ ഉടനെ പഠിത്തം നിർത്തി വേറെ പണിക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ അത്രയും ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ ജോലിക്ക് പോവുക. പക്ഷേ അടുത്ത വർഷം നിങ്ങൾ +2 എഴുതിയെടുക്കണം. മക്കളെ, +2 വേണം നമുക്ക് ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ട് തോറ്റുപോയെന്ന് എഴുതി അവിടെ കൂടെ ജീവിതം തീരത്തില്ല കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, വീണ്ടും ട്രൈ ചെയ്യുക. ഒരു വർഷം പിന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ. സേ എക്സാം എളുപ്പമായിരിക്കുമോ? ആർക്കും പറയാൻ പറ്റത്തില്ല. ചിലവർ പറയും എളുപ്പമായിരിക്കും, കഴിഞ്ഞ എക്സാം പാടായതുകൊണ്ട് ഇത് എളുപ്പമായിരിക്കും. അങ്ങനെയൊന്നുമില്ല മക്കളെ. ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പറയുന്നതിലൊരു കാര്യമില്ല. സത്യസന്ധമായി പറഞ്ഞാൽ അത്രേ ഉള്ളൂ കാര്യം. ഇപ്പം നിങ്ങൾ എഴുതിയ എക്സാം അത് എളുപ്പമായിരുന്നു കുറേ കുട്ടികൾക്ക്, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പാടായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് അനുസരിച്ചിരിക്കും ഈ എളുപ്പവും പാട് എന്നുള്ള കാര്യങ്ങൾ. നന്നായിട്ട് പഠിച്ചാൽ എളുപ്പമായിരിക്കും, പഠിച്ചില്ലെങ്കിൽ പാടായിരിക്കും. ഇത്രയുള്ള കാര്യം. അല്ലാതെ ഇപ്പോൾ ഞാൻ +1ൻ്റെ കാര്യം പറയാം. ഇപ്പം നിങ്ങളുടെ ജൂനിയേഴ്സ് അവർ +1 മാത്സ് നല്ല രീതിയിൽ പാടുപെട്ടു. അത് പക്ഷേ എളുപ്പമായ കുട്ടികളുണ്ട്. അവർ പഠിച്ച രീതിക്കനുസരിച്ചാണ്. അത് പാടാനുള്ള കാര്യം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ വിചാരിച്ചു പോയ കുട്ടികൾ പാടായിപ്പോയി. അപ്പോൾ പാടാവുന്ന ഓരോരുത്തർക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. സേ എക്സാം എളുപ്പമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് പോവുക. എല്ലാം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എളുപ്പമായിക്കോടാ, വേറെ എവിടെ നിന്ന് ചോദിക്കാനാ? നമ്മൾ പഠിച്ചതിനകത്ത് നിന്ന് ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് എളുപ്പമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചങ്ങ് പോവാം. ഓക്കെ. +2ൽ മാർക്ക് കുറഞ്ഞാൽ അത് ഹയർ സ്റ്റഡീസിനെ ബാധിക്കുമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ വന്നതാണ്. നമ്മുടെ +2 മാർക്ക് എന്ന് പറയുന്നത് മക്കളെ JEE, പിന്നെ നീറ്റ്, എൻജിനീയറിംഗ്, മെഡിസിൻ ഫീൽഡിൽ പോണവർക്കാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ വിഷയങ്ങൾക്ക് നല്ല മാർക്ക് വേണം. ഇത്ര ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വേണം എന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഹയർ സ്റ്റഡീസിൽ ബാധിക്കും. ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ ഇത്ര ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ജയിച്ചാൽ മതി അഡ്മിഷൻ കിട്ടും. ജയിച്ചാൽ അഡ്മിഷൻ കിട്ടുന്ന കുറേ കോഴ്സുകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം SLCക്ക് 10 A+ നേടിയ കുട്ടികൾക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ. ഒരു സ്ഥലത്ത് അഡ്മിഷന് പോകുമ്പോൾ അവിടെ 4 A+ നേടിയൊരു കുട്ടി അഡ്മിഷന് പോവുകയാണെങ്കിൽ 10 A+ നേടിയ കുട്ടിയും 4 A+ നേടിയ കുട്ടിയും, ഇതിൽ ആർക്കായിരിക്കും ആദ്യം അഡ്മിഷൻ കൊടുക്കുന്നത്? 10 A+ നേടിയ കുട്ടിക്കല്ലേ. അപ്പോൾ ആ ഒരു പ്രിഫറൻസ് ഹയർ സ്റ്റഡീസിൽ കാണും. ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റും. പക്ഷെ നല്ല മാർക്കുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് കിട്ടും. ക്ലിയർ ആണല്ലോ? അല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഹയർ സ്റ്റഡീസിനെ ബാധിക്കുന്നൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾക്ക് പാട്. ഇംഗ്ലീഷിനൊരു 70% കൂടുതലാണെങ്കിലേ നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ അവർ IELTS
IELTS എന്നാണ് അതിനെ പറയണത്. IELTS ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് അത് എഴുതിയാലേ നമുക്ക് ആ വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റത്തുള്ളൂ, യൂറോപ്യൻ കൺട്രീസിൽ. അതല്ലാതെ ഒരു പരിഗണന കൂടെയുണ്ട്. 70% മാർക്ക് ഇംഗ്ലീഷിനുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് മാർക്ക് വേണം. അപ്പോൾ 70% കൂടുതൽ ഇംഗ്ലീഷിന് വാങ്ങുവാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഹയർ സ്റ്റഡീസിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹയർ സ്റ്റഡീസിനെ ബാധിക്കും. അല്ല ഡിഗ്രി ഇഷ്ടമുള്ള വിഷയം ഡിഗ്രി എടുത്ത് പഠിക്കണതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഏതാണ് ഇത്ര ഉള്ളായിരുന്ന ചോദ്യം? അപ്പോൾ ചോദ്യങ്ങൾ പൊതുവേ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ മക്കളെ താഴത്ത് കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചിലപ്പോൾ താമസിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അത്രയും വിഷമമുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റാത്ത വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, റിപ്ലൈ തരാം. പിന്നെ ജനറലായിട്ട് നിങ്ങളോട് പറയാനുള്ള മക്കളെ, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. തോറ്റുപോയി, നമ്മുടെ കയ്യിലിരിപ്പോണ്ട് തോറ്റുപോയി, അല്ലെങ്കിൽ സാഹചര്യം മൂലം തോറ്റുപോയി, വീട്ടിലെ സാഹചര്യം അല്ലെങ്കിൽ അസുഖങ്ങൾ മൂലം തോറ്റുപോയി, അത് വലിയ കാര്യമൊന്നുമല്ല. സുഖമായിട്ട് ജയിക്കാൻ പറ്റും. പിന്നെ ഈ മാർക്കൊന്നുമല്ല നമ്മുടെ ഭാവിയിലേക്കുള്ള ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഈ മാർക്കൊന്നും അല്ല. നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് നിങ്ങൾ തോന്നണം, ഇവിടം കൊണ്ടെല്ലാം തകർന്നല്ലോ. ഇവിടെ +2 തോറ്റ് എത്ര നല്ല നല്ല ഉയരങ്ങളിലെത്ത ആൾക്കാരുണ്ടെന്ന് അറിയാമോ? ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എനിക്ക് മാത്സ് ഇഷ്ടമല്ലാത്തൊരു വിഷയമായിരുന്നു. അത് എങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയാൻ മേല. ഇപ്പം ഞാൻ പറയില്ലേ, നേരത്തെ ഉള്ളതുപോലെ അല്ല മുന്നോട്ട് വരുമ്പോൾ. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടപ്പെടും, ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആവും. മനസ്സിലായോ? ഇത് നിങ്ങൾ തോറ്റു പോണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മക്കളെ നിങ്ങൾക്ക് 1-2 വിഷയങ്ങൾ നന്നായിട്ട് ഇഷ്ടമായിരിക്കും, മറ്റേ വിഷയം ഒട്ടും നമുക്ക് പറ്റത്തില്ലായിരിക്കും. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് നമ്മളിപ്പം എനിക്ക് ബയോളജി ഇഷ്ടം, ബയോളജി പഠിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അതിലൂടെ മാത്സ് വരും. ഫ്രീ ആയിട്ട് മാത്സ് കിട്ടുന്ന പോലത്തെ അവസ്ഥയാണ്. പക്ഷേ മാത്സ് എനിക്കൊന്നും അറിയാൻ മേല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇനിയിപ്പോൾ മാറാൻ പോകുന്നത് ടോട്ടലി. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുന്ന രീതിയിലേക്കൊക്കെ വരുവാണ്. പക്ഷേ നമ്മുടെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇപ്പോൾ BSc ഫിസിക്സ് അല്ലെങ്കിൽ BSc സുവോളജി അതെടുക്കുന്ന കുട്ടികൾക്ക് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ BA മലയാളം മാത്രം എനിക്ക് കോൺസെൻട്രേറ്റ് പഠിക്കാം. അപ്പോൾ അതിനകത്ത് മാത്സ് വരത്തില്ല, കെമിസ്ട്രി വരത്തില്ല, ഫിസിക്സ് വരത്തില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ ഇനിയാണ് +2 കഴിയുമ്പോഴാണ്. അതുവരെ നമ്മൾ എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ വന്നു പെട്ടുകൊണ്ട് നമുക്ക് അറിയാൻ മേലാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് തോറ്റുപോയി. അത്രയും വിചാരിച്ചാൽ മതി. അച്ഛനും അമ്മയൊക്കെ സങ്കടത്തോടെ ഇരിപ്പുണ്ടായിരിക്കും. അവരൊക്കെ ചെന്ന് പറയുക, എക്സാമിന് ഞാൻ ഉറപ്പായിട്ടും ജയിക്കും, നിങ്ങൾ വിഷമിക്കേണ്ട, ജൂൺ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കോ, ഉറപ്പായിട്ടും ജയിക്കും. ആ ഉറപ്പ് പഠിത്തത്തിൽ കാണിക്കണം മക്കളെ. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, ഉറപ്പായിട്ടും ജയിക്കും മക്കളെ, ഉറപ്പായിട്ടും. പക്ഷെ ഓരോ ദിവസവും കഴിഞ്ഞ് എക്സാമിന് 2 ദിവസം മുമ്പ് എത്തുമ്പം യൂട്യൂബ് ക്ലാസ്സിൽ കയറി കണ്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോഴും കാണും യൂട്യൂബിൽ ഓരോരോ മാരത്തോണും മറ്റേ ക്ലാസ്സും, ഞാൻ ഉൾപ്പെടെയുള്ളവർ ക്ലാസ് ഇടും. അത് കണ്ടിട്ടൊരു കാര്യം കാണത്തില്ല. കാരണം അടുക്കി പഠിച്ച് മനസ്സിൽ കയറ്റണം. അതിനുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ മുന്നിൽ കിടക്കുന്നത്. ഇനി നമുക്ക് പറയാൻ ദിവസങ്ങളില്ല. ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. നാളെ തൊട്ട്, ഇന്ന് വേണേൽ ഫ്രീ ആയിട്ട് കിടന്ന് ഉറങ്ങിക്കോ, നാളെ തൊട്ട് രാവിലെ എഴുന്നേൽക്കുക, ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും എല്ലാത്തിൽ നിന്നും കുറച്ചങ്ങ് മാറുക, കറക്കങ്ങളൊക്കെ ഒഴിവാക്കുക. വെക്കേഷനാണ്, കറക്കങ്ങളൊക്കെ ഒഴിവാക്കുക. ഫങ്ഷൻസൊക്കെ പോകേണ്ട അത്യാവശ്യമാണെങ്കിൽ പോകുക. ഫങ്ഷനൊക്കെ പൊക്കോ, ബാക്കിയുള്ള സമയം പഠിക്കാമല്ലോ. സമയം കളയാതിരിക്കുക. എല്ലാ ദിവസവും ഒരു 4 മണിക്കൂർ വേണ്ട 3 മണിക്കൂർ പഠിച്ചിരിക്കണം. എവിടെ പോയാലും അതിൽ കൂടുതൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബോണസാണ്. കുത്തിയിരുന്ന് രാവിലെ തൊട്ട് രാത്രി വരെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ. ഒരു 5 മണിക്കൂർ ദിവസം പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ എപ്പോൾ തൊട്ട് നിങ്ങൾ പഠിക്കും? നാളെ തൊട്ട് പഠിച്ചു തുടങ്ങുമെന്ന് ഉറപ്പാണോ? ഉറപ്പ് വേണം. ഒട്ടും ടെൻഷൻ വേണ്ട, ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. തോറ്റു പോയാൽ പോലും മക്കളെ ചാൻസുകൾ ഇനിയുണ്ട് ജീവിതത്തിൽ. വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ടെൻഷനൊന്നും വേണ്ട. ഒറ്റയ്ക്കിരുന്ന് കരയണ കുറേ കുട്ടികൾ എനിക്കറിയാം. ബാത്റൂമിലും അല്ലെങ്കിൽ മുറിയിലും ഒക്കെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്ന കുട്ടികൾ എനിക്ക് ഇഷ്ടം പോലെ അറിയാം. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലേക്ക് ഇട്ടോ. നാളെ തൊട്ട് പഠിച്ചു തുടങ്ങും. എൻ്റെ അച്ഛനും അമ്മയും എന്നെക്കുറിച്ച് അത് അഭിമാനിക്കും. അവരെ തല ഉയർത്തി നടത്താൻ ഞാൻ
ഞാൻ കാരണം അവരെ തല ഉയർത്തി നടത്തും. ഞാൻ കാരണം അവർ തല താഴ്ത്തി നടക്കുവാണ്. ഇപ്പം ഇനി അവരെ തല ഉയർത്തി നടത്തണം. ഇപ്പം ഇതിൻ്റെ അടിയിൽ തോറ്റുപോയ കുട്ടികൾ, മക്കളെ തോറ്റുപോയിട്ട് ജയിച്ച കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇനി ജയിക്കാൻ പോകുന്ന നിങ്ങളുടെ ജൂനിയേഴ്സിനൊരു ഒരു ഒരു കോൺഫിഡൻസ് ആയിക്കോട്ടെ കേട്ടോ. തോറ്റുപോയ നമ്മുടെ അനിയന്മാരൊക്കെയാണ്, അവർക്കൊരു കോൺഫിഡൻസ് വരണമെങ്കിൽ നേരത്തെ തോറ്റുപോയിട്ട് ജയിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനും ജയിച്ചതാണ് ഇതേപോലെ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇവർക്കൊരു ഒരു ഒരു കോൺഫിഡൻസ് കൊടുത്ത എല്ലാവരും വന്ന് കേട്ടോ. അപ്പം നാളെ തൊട്ട് പഠിച്ചു തുടങ്ങാം മക്കളെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. അതോടൊപ്പം നമ്മുടെ മാത്സിൻ്റെ ബാച്ചിൽ ചേരാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾ ഉടൻ തന്നെ താഴത്തെ 8118445556 എന്ന നമ്പറിലും ഒരു ഹായ് അയക്കുക. ബുധനാഴ്ച തൊട്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, ടെൻഷനൊന്നും വേണ്ട, വിജയം നമുക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓക്കെ, ബൈ.